പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുകയാണ്. അതായത് വിജയേട്ട ആഹാരം കഴിച്ചോ, വിജയേട്ട ഉറങ്ങിയോ, വിജയേട്ടൻ എന്ത് ചെയ്യുകയാണ്, എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചില ചാറ്റുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുകയാണ്. പിണറായിയുടെ ചാറ്റുകൾ പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞ് പലരും അത് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ആ ചാറ്റ് നമുക്കൊരാളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനത്തെ ചാറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാമെന്നാണ് സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, പഴയ ഐ ജി ആയിരുന്ന ലക്ഷ്മണയുടെ മകൾ പറയുന്നത്. ഇപ്പോൾ അവർ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: എത്ര ഫേക്ക് വാട്സപ്പ് ചാറ്റ് വേണമെങ്കിലും ആർക്കും ഉണ്ടാക്കാം. ഫേസ്ബുക്ക് ചാറ്റിൽ പരാതിക്കാരുണ്ടോ എന്നതാണ് വ്യക്തം. ഇത് പറയാൻ വേണ്ടി അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇതിനൊപ്പം അവർ എഴുതിയ കുറിപ്പ്: ചാനലുകൾ പുറത്തുവിടുന്ന വാട്സപ്പ് ചാറ്റുകളിൽ പരാതിക്കാരില്ലെങ്കിൽ അത് വ്യാജമായി കരുതേണ്ട എന്ന സംശയവും ചോദ്യവുമാണ് സംഗീത ലക്ഷ്മണ ഉയർത്തുന്നത്. ഈ കാണുന്ന സ്ക്രീൻഷോട്ട്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതാ പൊക്കിപ്പിടിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞും കാണിച്ചും ജനത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ജനനേതാവ് സംഗീത ലക്ഷ്മണ എന്ന ഞാനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റാണ് ഈ സ്ക്രീൻഷോട്ട്സ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ കരുതുക. എന്നാൽ ഈ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് മെസ്സേജ് ബോക്സിൽ സംഭവിച്ച ചാറ്റ്സ് ആണ് എന്നൊരു അവകാശവാദം ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഒരു പരാതിയും ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും കൊടുത്തിട്ടുമില്ല. പിണറായി വിജയൻ എന്നെ ഏറെ പ്രിയങ്കരനായ അനിഷേധ്യ നേതാവിൻ്റെ ബയോഡേറ്റയെ വെല്ലുവിളിക്കാൻ ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് പോരാ എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. ഇതാണ് സംഗീത ലക്ഷ്മൺ പറഞ്ഞു വയ്ക്കുന്നത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ കാണുന്ന സ്ക്രീൻഷോട്ട് എന്താണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞും കാണിച്ചും ജനത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ജനനേതാവ് സംഗീത ലക്ഷ്മണ എന്ന ഞാനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റാണ് ഈ സ്ക്രീൻഷോട്ട് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ കരുതുക. എന്നാൽ ഈ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് മെസ്സേജ് ബോക്സിൽ സംഭവിച്ച ചാറ്റാണ് എന്നൊരു അവകാശവാദം ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഒരു പരാതിയും ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും കൊടുത്തിട്ടില്ല. പിണറായി വിജയൻ എന്ന ഏറെ പ്രിയങ്കരനായ അനിഷേധ്യ നേതാവിൻ്റെ ബയോഡേറ്റയെ വെല്ലുവിളിക്കാൻ ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് പോരാ എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. എന്നിട്ടും പിണറായി ക്യാമറയെയും മൂപ്പരുടെ പാർട്ടിയും ചവിട്ടിക്കൂട്ടാനും കൂട്ടത്തിൽ എൻ്റെ ലൈംഗിക അഭിരുചികൾ അടുത്തറിയാനും വേണ്ടി നീയൊക്കെ ഞരമ്പിളകി ക്യാമറയും തൂക്കിപ്പിടിച്ച് മൈക്കും താങ്ങിപ്പിടിച്ച് എൻ്റെ മുന്നിൽ വന്ന് തന്നാൽ മുഖത്ത് ലിപ്സ്റ്റിക്കും പുട്ടിയും പുരട്ടി ഇരുന്നും നിന്നും ഞാൻ ശീലാവധി ചമയും, ചാരിത്ര്യ പ്രസംഗം പറയും. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികളൊക്കെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഞാൻ സാരോപദേശം നടത്തും. ഇതെൻ്റെ മാത്രം ഫൈറ്റ് അല്ല, ഇത് ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കന്യകമാർക്കും പതിവ്രതകൾക്കും വേണ്ടിയുള്ള ഫൈറ്റാണെന്ന് ആഹ്വാനം ചെയ്യും ഞാൻ. പാതിരാത്രി ടെലിഗ്രാമും തുറന്നു വച്ച് സോഷ്യൽ മീഡിയ വഴി ഫ്രണ്ട് പിടിക്കാൻ അലഞ്ഞു തിരിയുന്ന എന്നെപ്പോലുള്ള യക്ഷികൾ നിനക്ക് ദേവതകളാണ്. ഞാൻ വീശിയിട്ട വലയിൽ വീഴുന്ന ലംബടന്മാർക്ക് നിനക്ക് വേട്ടക്കാരും. എൻ്റെ കൂടെ തുള്ളുന്ന നിൻ്റെയൊക്കെ രോഗം വേറെയാണ്. ഇതുപോലെയുള്ള സ്ക്രീൻഷോട്ട് എത്ര എണ്ണം വേണം നിങ്ങൾക്ക്? ആരുമായി ആരൊക്കെ ചെയ്ത വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് വേണം നിങ്ങൾക്ക്? ഏത് പാർട്ടിയിലെ ഏത് നേതാവിൻ്റെ പേര് ചേർത്ത് വയ്ക്കുന്ന എത്ര സ്ക്രീൻഷോട്ട്സ് വേണം നിങ്ങൾക്ക്? ഇനി അതല്ല, നിൻ്റെയൊക്കെ ചാനൽ മുതലാളിമാരുടെ മുഖം വച്ചുള്ള സെക്സ്റ്റിംഗ് സ്ക്രീൻഷോട്ട് സെറ്റാക്കി പോസ്റ്റ് ചെയ്യട്ടെ ഞാനിവിടെ. ഫീലിങ്സ് നാണമില്ലേടോ നിനക്കൊക്കെ? രാഷ്ട്രീയം പറയടോ നീയൊക്കെ, അല്ലാതെ കാലിൻ്റെ ഇടയിലെ വർത്തമാനം കൂട്ടിക്കലർത്തി നാട്ടിലെ വാർത്താ പരിസരം സെപ്റ്റിക് ടാങ്ക് ആക്കാതെടോ. മലയാളത്തിലെ ആദരണീയരായ മാധ്യമപ്രവർത്തകരെ, വാർത്താ മാധ്യമക്കാരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ, മാപ്പ്, താങ്കൾ രാജിവെക്കേണ്ട. ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റാണ്, ഞാനിതല്ലാതെ തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി മാധ്യമപ്രവർത്തകരെയും പരാതി പറയാൻ എത്തിയവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാതെ പറയുന്ന ചില വാക്കുകൾ അവർ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിയാണ്, നമുക്ക് ആരോടെങ്കിലും ഒരു പക തോന്നിയാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ദേഷ്യമോ
പ്രത്യേകിച്ച് ജനപ്രതിനിധിയായിരിക്കുന്ന ആരെങ്കിലും കാലേ വാരി തൂക്കി തറയിലടിക്കണമെന്ന് തോന്നിയാലോ അവരെ കാലേ വാരി നിലത്തിടണമെന്ന് തോന്നിയാലോ നമുക്ക് ഇത്തരം ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കാം, ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കാം, മോർഫ് ചെയ്ത് വീഡിയോകൾ ഉണ്ടാക്കാം. അതൊക്കെ ഇപ്പോൾ എയുടെ കാലമായതുകൊണ്ട് എന്ത് സജീവമായി കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പലപ്പോഴും സംഗീത ലക്ഷ്മണനോട് വിയോജിപ്പുണ്ട് അവരുടെ പല പോസ്റ്റുകളിലും. നമ്മുടെ വിയോജിപ്പൊന്നും അവർ കാര്യമാക്കാറില്ല, അവർക്ക് പറയാനുള്ളവർ കൃത്യമായി പറയുക തന്നെ ചെയ്യും. എങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയൊക്കെ ചില സത്യസന്ധതകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരാളെ തകർക്കാനായി പരാതികൾ കൊണ്ടുവരുന്നു, പിന്നെ നിരന്തരം പരാതികൾ വരുന്നു. എന്താണോ അവരുടെ ലക്ഷ്യം അത് നേടുന്നത് വരെ പരാതിയുടെ പ്രവാഹമായിരിക്കും. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ പരാതി. ഇപ്പോൾ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ്. അത് നേടുന്നത് വരെ തീർച്ചയായിട്ടും ഇവരെ പോലുള്ളവർ പല സ്ക്രീൻഷോട്ടുമായൊക്കെ രംഗത്തെത്തും. എനിക്കും ചോദിക്കാനുള്ളത്, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്, ഒരു സ്ത്രീയോടും ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് നിങ്ങൾ ആരും ഇതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിന് മുൻപ് ചില സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ചതും അവരെ ലൈംഗികമായി ഉപയോഗിച്ചതും ഒക്കെ അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സമയത്തൊന്നും നിങ്ങൾ പരാതിയുമായി രംഗത്തെത്താത്തത്? ഒരു റിനിയാൻ ജോർജ് പരാതിയുമായി രംഗത്ത് വരുന്നത് വരെ നിങ്ങൾ എന്തിനാണ് കാത്തിരുന്നത്? അപ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പം നിങ്ങൾ ആരെ വിശ്വസിച്ചാണ് ഈ പരാതികളൊക്കെ പറയുന്നത്? അപ്പോൾ എല്ലാത്തിനും ഒരു ആധികാരികത വേണം. നിങ്ങളുടെ ഈ പരാതിക്കാരുടെ അല്ലെങ്കിൽ അതിജീവിതകളുടെ അല്ലെങ്കിൽ ഇരകളുടെ ഭാഗത്ത് ന്യായമില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില ന്യായങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ വീട്ടുകാർ അറിഞ്ഞാൽ, നാട്ടുകാർ അറിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സൈബർ ബുള്ളിങ്ങുകൾ, സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഒക്കെ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമായി മുന്നോട്ട് വരാത്തത് എന്നുള്ളതായിരിക്കാം യാഥാർത്ഥ്യം. അതവിടെ നിൽക്കട്ടെ. എങ്കിലും ചോദിക്കാനുള്ളത്, ഒരു പുരുഷൻ നമ്മളെ സ്ഥിരമായി ലൈംഗികമായി ഉപയോഗിക്കുന്നു, അയാൾ ലൈംഗിക ചുവയോടെ നമ്മളോട് സംസാരിക്കുന്നു, ലൈംഗിക ചുവയോടെ നമ്മളോട് പെരുമാറുന്നു, ലൈംഗിക വൈകൃതങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എങ്കിൽ പിന്നെയും അയാളുമായുള്ള കോണ്ടാക്ട്സ് നമ്മൾ എന്തിനാണ് കീപ്പ് ചെയ്യുന്നത്? നമ്മളെ റേപ്പ് ചെയ്യാനായി ബാംഗ്ലൂരും മറ്റ് സ്ഥലങ്ങളിലും കൊണ്ടുപോയി എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണമെന്ന് പറയുന്നയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും വിളിക്കുന്നുണ്ട് എങ്കിൽ എന്തിനാണ് ആ ബന്ധം നമ്മൾ വയ്ക്കുന്നത്? ആ പറയുന്ന നിമിഷം തന്നെ അയാളെ ബ്ലോക്ക് ചെയ്യാൻ നമ്മുടെ ഒരു വിരൽ തുമ്പ് മതിയല്ലോ ഈ പറയുന്ന ആളെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ. അല്ലെങ്കിൽ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറയും. വിവാഹ വാഗ്ദാനം നൽകിയതിന് ശേഷം പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും എന്തിനാണ് അയാളെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്, അയാളെ വിളിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് ഒരു പരാതി നൽകിക്കൂടെ? നിങ്ങൾക്ക് ആ പരാതി പോലീസിന് കൈമാറി പിന്നെ അതിൻ്റെ വഴിക്ക് അത് പോകില്ലേ? എന്തിനാണ് ഇത്തരം ഈ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ ഇത് കാണിച്ച് മാധ്യമങ്ങൾ ഏറ്റെടുത്താലേ നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഒരിക്കലുമില്ല. മാധ്യമങ്ങൾക്ക് വേറെ വാർത്ത കിട്ടിയാൽ തീർച്ചയായിട്ടും അവർ അതിൻ്റെ വഴിക്ക് പോകും. നിങ്ങളുടെ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് നീതിയോ ഇതൊന്നും അവരുടെ വിഷയമേ അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഒരു പരാതി ഉണ്ട് എങ്കിൽ, അത്തരത്തിലൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആ സമയത്ത് തന്നെ അതിനെ മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ വീണ്ടും ചതിക്കപ്പെട്ട ആളിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ചിലർക്ക് ചതിക്കപ്പെട്ടിട്ടും ചിലരെ മറക്കാനോ മാറ്റി നിർത്താനോ കഴിയാത്ത ചിലരുണ്ടാകും. അവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അല്ലാത്ത ആളുകൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിന്നെയും അവരെ പുറകെ പോയി ചതിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്നത്?